ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ധർമ്മസ്ഥല വിഷയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ സെബാസ്റ്റ്യൻ അണ്ണനും റോസമ്മ ചേച്ചിയും വന്നത്. ഇപ്പോൾ അവരുടെ പിന്നാലെയാണ് ചാനലുകാരെല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ അവരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അല്പമായി സംസാരിക്കാൻ പോകുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള സെബാസ്റ്റ്യന്മാരും റോസമ്മമാരും ധാരാളമുണ്ട്. ഇപ്പോഴും അവർ അഴിഞ്ഞാടുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ പിടിക്കപ്പെടാൻ ഒരുപാട് ലേറ്റാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ ഞാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടും പോലീസ് സംവിധാനങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൻ്റെ ഈ ഇഴച്ചിൽ മെല്ലെപ്പോക്കാണ് ഇങ്ങനെയുള്ളവരെ കൂടുതൽ വളർത്തുന്നതെന്ന് ഞാൻ പറയും. കാരണം ഇതിപ്പോൾ പുറത്തു വന്നിട്ട് തന്നെ ഒരുപാട് ആഴ്ചകളായി. അപ്പോൾ ഇവർ ഈ പുറത്ത് നിന്നുകൊണ്ട് ഒരുപാട് തെളിവ് നശിപ്പിക്കാനും ഒരുപാട് കള്ളങ്ങൾ മെനയാനും ഒരുപാട് പേരെ സ്വാധീനിക്കാനുമുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഒരു കരുതൽ തടങ്കലായെങ്കിലും ഇവരെ ഒരു പ്രതിയായിട്ടല്ല, ഒരു കരുതൽ തടങ്കലായിട്ടെങ്കിലും ഇവരെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ചോദ്യം ചെയ്യൽ പോലെയുള്ളതിന് വിധേയമാക്കിയിരുന്നുവെങ്കിൽ വളരെ വേഗം നമ്മുടെ ഈ കേസുകളൊക്കെ തീർപ്പാക്കാനും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയൊക്കെ മാറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. സെബാസ്റ്റ്യൻ്റെ കൂട്ടാളിയാണ് റോസമ്മ എന്നുള്ളത്. എൻ്റെയും വ്യക്തമായ അഭിപ്രായം, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്രയും ദിവസമൊന്നും പോയില്ല, സംഭവം പുറത്തു വന്ന ഒരു 2 ദിവസത്തിനകം തന്നെ നമുക്ക് മനസ്സിലായി സെബാസ്റ്റ്യൻ്റെ ഉത്തമയായ വലങ്കൈയാണ് റോസമ്മയെന്നും. അതായത് അയാളുടെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും റോസമ്മയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്ത്രീകളെ കൊണ്ടുകൊടുക്കാനും സെബാസ്റ്റ്യനായിട്ട് വന്ന സ്ത്രീകളെ അമേരിക്കയിൽ കൊണ്ടുപോകാനും എല്ലാം റോസമ്മയുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്തുക്കൾ ചതിച്ചെടുക്കാനും ഇതിൻ്റെ വിഹിതം റോസമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റോസമ്മ ഇത്രയും പ്രായാധിക്യം ഉണ്ടായിട്ട് റോസമ്മ സെബാസ്റ്റ്യനാൽ കൊല്ലപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. അപ്പോൾ റോസമ്മ പറയുന്നത് 1% പോലും സത്യമില്ലാത്ത കള്ളങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് രണ്ടാനമ്മമാരുടെ മക്കളെ കഷ്ടപ്പെടുത്തുന്നതും അതൊക്കെ. അതേ ഒരു ബാക്ക്ഗ്രൗണ്ട് റോസമ്മയ്ക്കുണ്ട്. റോസമ്മ ചെയ്ത ചതി, ആ കുഞ്ഞുങ്ങളന്ന് കുര്യാക്കോസിൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരവസ്ഥ അത് ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം നല്ലതും ഒരുക്കി. റോസമ്മയുടെ ഭാവി ജയിലഴിക്കുള്ളിലാകാനുള്ള വഴികളെല്ലാം ഉണ്ടായി. ഇതൊക്കെ ആരായാലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി മുമ്പ് ചെയ്തവരും ഇനി ചെയ്യാനിരിക്കുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട സത്യാവസ്ഥ ഇത് തന്നെയാണ്. എപ്പോഴായാലും നമുക്ക്, അതായത് നേരായി നമ്മൾ പോയാൽ വിജയിക്കാൻ ഇത്തിരി താമസമുണ്ട്, സമ്പന്നരാകാൻ താമസമുണ്ട്. എന്നാൽ വളഞ്ഞ വഴി കൂടെ പോകുമ്പോൾ അത് പെട്ടെന്നാകുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്യും. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ റോസമ്മ പറയുന്ന കള്ളങ്ങൾ കേട്ട് 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 സത്യം പറഞ്ഞാൽ മടുത്തു. ഓരോ ചാനലുകാരോടും അവർ ഓരോ രീതിയിൽ പറയുന്നു. അതെന്തിനും നമ്മളിങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവരെയൊക്കെ അകത്താക്കി കുനിച്ചു നിർത്തി 2 ഇടി കൊടുത്താൽ 2 പേരും സത്യം പറയും. പ്രായത്തിൻ്റെ ഒരു പരിഗണന പോലും അർഹിക്കുന്നവരല്ല 2 പേരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, റോസമ്മയുടെ 2 ഹസ്ബൻഡുമാരും ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചിരിക്കുന്നത്. ഇത് 2നും കാരണക്കാരി സാറാമ്മ തന്നെയാണ്, റോസമ്മ തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തമായ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകണം. ഒരുപക്ഷെ മരിച്ചപ്പോൾ ഇവരടുത്തില്ല എന്നുള്ളത് ഇവർക്കൊരു സഹായകമാണ് എങ്കിൽ തന്നെയും തലേദിവസം റോസമ്മയുടെ വീട്ടിൽ വന്നിട്ട് പോയതുകൊണ്ട് തന്നെ ഇവരുടെ മാനസിക പീഡനങ്ങൾ കൊണ്ട് ഇവരുടെ ഒരു ക്രൂരത നിറഞ്ഞ സംസാരവും പെരുമാറ്റവും ഇവരെ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയിരിക്കണം 2 ഭർത്താക്കന്മാരെയും. ആ ഭർത്താവിൻ്റെ സ്വത്ത് എങ്ങനെ റോസമ്മ റോസമ്മ ഇറക്കിയെന്ന് പറയുന്നു, എന്നാൽ മറ്റൊരു സ്ത്രീ പറയുന്നു റോസമ്മയാണ് ആ കുഞ്ഞുങ്ങളെ അടിച്ചിറക്കിയെന്ന്. അപ്പോൾ അതിലും ഒരു അന്വേഷണം ഉണ്ടാകണം. ആ സ്വത്തുക്കൾ റോസമ്മ കൈക്കലാക്കിയതാണെങ്കിൽ അതെല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ തിരിച്ച് ചെല്ലണം. അതിനെല്ലാം ദൈവം എത്രയും വേഗം സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിക്കട്ടെ. ഇതുപോലെ റോസമ്മമാരാൽ സെബാസ്റ്റ്യന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ദയവ് ഇതൊരു നല്ല അവസരമാണ്. അവസരം തക്കത്തിൽ ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾ പോലീസിനോട് പറഞ്ഞ് കേസ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നല്ല സമയമാണ്. നമ്മൾ മീറ്റു വന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പേര് രംഗത്ത് വന്നതുപോലെ ഈ സമയത്ത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ രംഗത്ത് വന്നാൽ അതും ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് എത്രയും വേഗം യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുവാനും അവർക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുക്കാനും
ദൈവം എത്രയും വേഗം സഹായിക്കട്ടെ. അതിനുള്ള ബുദ്ധിയും അറിവും വിവേകവും ജ്ഞാനവും എല്ലാം ദൈവം നമ്മുടെ ഭരണാധികാരിയൊക്കെ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു.